ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗെ കംപ്ലീറ്റ്ലി തീർത്തിട്ടുണ്ട്. ഫംഗേന്റെ ഓൾമോസ്റ്റ് വരാവുന്ന എല്ലാ ആസ്പെക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഫംഗെ വലിയൊരു ടോപ്പിക് ആയിരുന്നു, നമുക്കറിയാം. ഒരുപാട് ടൈം എടുത്ത് തീർക്കേണ്ടി വന്നത്. അതുപോലെ ഇമ്പോർട്ടൻസും ഉണ്ട്. കുറച്ച് ഡ്രൈ ടോപ്പിക്കാണ്, ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്ലാന്റ് പാത്തജൻസിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പോൾ അടുത്തത് ബാക്ടീരിയ, വൈറസ് അല്ലേ, വൈറോയിഡ്, ഫൈറ്റോപ്ലാസ്മ, ദെൻ പിന്നെന്താ നമ്മുടെ ഫെനറോകെമിക് പാരസൈറ്റ്സ് അല്ലെ, എന്ന് വെച്ചാൽ പ്ലാന്റ്സിനെ പാരസൈറ്റൈസ് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ റഫ്ലി കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യമായിട്ട് നമുക്ക് നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ബാക്ടീരിയ. സോ ബാക്ടീരിയനെ പറ്റി ബേസിക്കലി പറയുകയാണെങ്കിൽ എന്താ, പ്രോകാരിയോട്ട് ആണെന്ന് നമുക്ക് ചെറുതിൽ തൊട്ടേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ പ്രോകാരിയോട്ടിക് പാത്തജൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഐഡന്റിഫൈ ദ പ്രോകാരിയോട്ടിക് പാത്തജൻസ്. അപ്പൊ ഇതിലെ പ്രോകാരിയോട്ട്സ് ഏതൊക്കെയാ വരിക? ബാക്ടീരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്പൈറോപ്ലാസ്മ, ഫൈറ്റോപ്ലാസ്മ, ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ. ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയയിൽ ബാക്ടീരിയ ഉണ്ടല്ലേ, സോ അതും പ്രോകാരിയോട്ടിക് ആവാൻ സാധ്യതയുണ്ട്. ബാക്കി രണ്ടുപേരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിങ്ങള് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞാൽ അത്രയും സന്തോഷമായിരിക്കും. സ്പൈറോപ്ലാസ്മയും ഫൈറ്റോപ്ലാസ്മയും നമുക്ക് പ്രോകാരിയോട്ട് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യോ? ആരോ പ്രോകാരിയോട്ടിക് അല്ലേ മാം? പ്രോകാരിയോട്ടിക് അല്ല അല്ലേ, ഫൈറ്റോപ്ലാസ്മ പ്രോകാരിയോട്ടിക് അല്ലേ? അല്ലേന്നാണോ ചോദിച്ചേ? അതെ അതെ മാം. ഓക്കെ ഓക്കെ, ആണ്. അത് നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. നമ്മൾ പൊതുവിലെ ബാക്ടീരിയ മാത്രം നമ്മൾ പ്രോകാരിയോട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടി ചോദിച്ചത്. ഫൈറ്റോപ്ലാസ്മ, സ്പൈറോപ്ലാസ്മ എന്നൊക്കെ പറയുമ്പം ബാക്കി കാര്യങ്ങൾ ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് പ്രോകാരിയോട്ട് ആവാൻ സാധ്യതയില്ല എന്നൊക്കെ ഒരു സംശയം വരും. അത് വരരുത്. സോ ഈ പറഞ്ഞവരെല്ലാം നമ്മൾ പ്രോകാരിയോട്ടിക് പാത്തജൻസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബാക്ടീരിയ, സ്പൈറോപ്ലാസ്മ, ഫൈറ്റോപ്ലാസ്മ ആൻഡ് ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ. നമുക്ക് ഓരോരുത്തരെയും നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ബാക്ടീരിയ. ഇതില് നിങ്ങൾ പണ്ട് എയോന്റെ PPTs റെഫർ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ അതിൽ കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്തിട്ടാണ് ഈ ക്ലാസ്സസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കഴിഞ്ഞ എക്സാമുകളിൽ വന്നൊരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയയിൽ കുറച്ചും കൂടി ബാക്ടീരിയോളജിയിൽ താല്പര്യമുള്ള ആരൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന പോലെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. കാര്യം നമ്മുടെ സെക്രീഷൻ സിസ്റ്റത്തിനെ പറ്റി കുറച്ചധികം ചോദിക്കുന്നു. സ്പെസിഫിക്കലി സെക്രീഷൻ സിസ്റ്റം എന്താണ്, ഓരോ ബാക്ടീരിയയുടെ പേരെടുത്ത് വെച്ചിട്ട് അതിൽ ഏത് സെക്രീഷൻ സിസ്റ്റം ആണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ജസ്റ്റ് അതും കൂടിയൊക്കെ നോക്കി പോവേണ്ട കാര്യമുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ബാക്ടീരിയ നമ്മൾ പറഞ്ഞു പ്രൊക്കാരിയോട്ട് ഓർഗാനിസംസ് ആണ്, നമുക്കറിയാം അല്ലെ, പ്രൊക്കാരിയോട്സ് ആണ്. ഇതെന്താ, മൈക്രോസ്കോപ്പിക് ആണ് അല്ലോ. ഒബ്വിയസ്ലി നമുക്കറിയാം. നമുക്ക് വെറുതെ അങ്ങനെ നോക്കിയാൽ ഫംഗിനെ പോലെ കാണാൻ കിട്ടുമോ? ഞാനത് വർക്ക് ചെയ്യാത്ത. ഓക്കെ, മൈക്രോസ്കോപ്പിക് ആണ്, യൂണിസെല്ലുലർ ആണ്, നമുക്കറിയാം അല്ലെ. യൂണിസെല്ലുലർ ഓർഗാനിസത്തിന്റെ ബാക്ടീരിയന്റെ സ്ട്രക്ചർ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ സെൽ വാൾ മെറ്റീരിയൽ നമ്മൾ നോക്കണം. സെൽ വാളിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ സെൽ വാൾ നമ്മള് ഫംഗിയുടെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഫംഗിയുടെ എന്താ, കൈറ്റിൻ അല്ലെ. കൈറ്റിൻ ആണ് ട്രൂ ഫംഗിക്ക് വേണ്ടത്. ട്രൂ ഫംഗി അല്ലാത്തവർക്ക് എന്തുണ്ടായിരുന്നു? സെല്ലുലോസ് അല്ലെ. സെല്ലുലോസ് ആർക്കാ? ഊമൈസൈറ്റുകൾക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ആരാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലെങ്കിൽ മ്യൂരിൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ ഓർ മ്യൂരിൻ, ഇത് രണ്ട് വന്നാലും നിങ്ങൾ കുത്തിക്കോണം കേട്ടോ. ബാക്ടീരിയയുടെ സെൽ വാൾ മെറ്റീരിയൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഓർ മ്യൂരിൻ ആണ്. ഇനി പിന്നെ ഈ സാധനം നമുക്ക് പണ്ടേ അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കേൾക്കുന്ന സാധനമാണ് ബൈനറി ഫിഷൻ അല്ലെ. ബൈനറി ഫിഷൻ. അപ്പൊ ബാക്ടീരിയക്ക് പല രീതിയിലുള്ള എന്താണ് റിപ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കോമൺ ആയിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴി തന്നെയാണ്. ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ. നടുക്കൂടി ഒരു ട്രാൻസ്വേഴ്സ് അല്ലെ, ഒരു സെപ്റ്റം പോലെ ഇങ്ങനെ വന്നിട്ട് അല്ലെ, നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മാറും. യെസ്. ഇനി ജനറ്റിക് മെറ്റീരിയൽ എന്താ? ജനറ്റിക് മെറ്റീരിയൽ എന്തുകൊണ്ടാണ് പ്രോകാരിയോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ അല്ലെ. എന്തുകൊണ്ടാ? നമുക്ക് ന്യൂക്ലിയർ മെറ്റീരിയൽ, അതായത് നമ്മുടെ എന്താണ് ന്യൂക്ലിക് ആസിഡ് വരുന്ന ആ മെറ്റീരിയൽ, ഇത് DNA ഓർ RNA എന്താന്ന് വെച്ചാൽ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ന്യൂക്ലിയസ് എന്നുള്ള രീതിയിൽ ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഇല്ലേ, ന്യൂക്ലിയർ മെംബ്രെയിൻ ആയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പ്രൊക്കാരിയോട്ട് ആയത്. സോ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ജീനോഫോർ എന്ന് കൺസിഡർ ചെയ്യാം. ജനറ്റിക് മെറ്റീരിയലിനെ ജീനോഫോർ എന്ന് പറയും. അത് കൂടാതെ ഈ പറയുന്ന ജീനോഫോർ കൂടാതെ നമുക്കറിയാം ബാക്ടീരിയയിൽ നമ്മൾ അഡീഷണലി കാണുന്ന
അല്ലെ? ഒരു റെപ്ലിക്കേറ്റിംഗ് യൂണിറ്റ് ആണ് പ്ലാസ്മിഡ് അല്ലെ? ഓട്ടോണോമസ് ആണ്, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്. ഓട്ടോണോമസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം അതാണ്. സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്നവരെ നമ്മൾ ഓട്ടോണോമസ് എന്ന് പറയും അല്ലെ? ഓട്ടോണോമസ് ബോഡീസ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു അല്ലെ എന്ന് നമ്മൾ പറയണം. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് സ്വന്തമായിട്ട് തന്നെ സെൽഫ് റെപ്ലിക്കേറ്റ്, ഈ ജീനോഫോറിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ തന്നെ പ്ലാസ്മിഡ്സിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? പ്ലാസ്മിഡ്സിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ നമ്മളൊക്കെ എന്താണ് ഈ വെക്ടേഴ്സ് ആയിട്ടൊക്കെ ഇവരെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലെ? പ്ലാസ്മിഡ് വഴിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈറബിൾ ജീനെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? യെസ്. അപ്പം അതാണ് റഫ്ലി ബാക്ടീരിയനെ പറ്റി പറയാനുള്ളത്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താ, ബാക്ടീരിയ ചെറിയ മൾട്ടിപ്ലൈസ് ബൈ നിങ്ങൾക്ക് അറിയാം അല്ലെ? ബൈനറി ഫിഷൻ. യെസ്. അടുത്തത് ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത്, ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ജനറൽ വലിയൊരു വൈഡ് ടൈമാണ് അല്ലെ? വൈഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. ഹ്യൂമൻ, അനിമൽ പാത്തജനിക് ആയിട്ട് വരാം അല്ലെ? ഹ്യൂമൻ പാത്തജനിക് ഉണ്ട്. നമുക്കിവിടെ കാണേണ്ടത് ആരെയാണ്? പ്ലാന്റ് പാത്തജനിക് ആയിട്ടുള്ളവരെയാണ്. PPB എന്ന് നമ്മൾ റഫ്ലി പറയും. PPB, പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ. അപ്പൊ പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയക്ക് സ്പെസിഫിക്കലി ഉള്ള പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജനറലി ഒരു ആവറേജ് സൈസ് ഇത് പറയാറുണ്ട്, എന്താ 0.5 to 2 മൈക്രോമീറ്റർ. ഓക്കെ. ഇനി ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റോഡ് ഷേപ്ഡ് ആണ്. പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയസ് ആർ ഓൾവേസ് റോഡ് ഷേപ്ഡ് ആണ് കേട്ടോ. റോഡ് ഷേപ്ഡ് ആണ്. വേറെ ഷേപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്നാലും കുത്തരുത്, റോഡ് ഷേപ്ഡ് തന്നെ ആയിരിക്കും എപ്പോഴും. ഇനി എക്സെപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. എക്സെപ്ഷനുകൾ എല്ലായിടത്തും ഉണ്ട് അല്ലെ? അപ്പോ എക്സെപ്ഷൻ എന്താണ്? ആക്ടിനോമൈസെറ്റ്സിൽ വരുന്ന കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്. മെജോറിറ്റി പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ആക്ടിനോമൈസെറ്റ്സ് ഒരു ഫിലമെന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണിക്കാറുണ്ട്. ഇവരെന്താ, ആക്ടിനോമൈസെറ്റ്സ് വരുമ്പോൾ അവർ കുറച്ചുകൂടി ഒരു ബ്രാഞ്ചിങ് ഒക്കെ കാണിച്ചിട്ട് അങ്ങനത്തെ ഒരു ഷേപ്പ് കാണിക്കും. ഇപ്പൊ നമുക്ക് റഫ്ലി ഒരു ഫംഗി പോലെയൊക്കെ തോന്നിക്കും. ആക്ടിനോമൈസെറ്റ്സിന്റെ രണ്ടിന്റെയും ഒരു ഇടയ്ക്കുള്ളൊരു ആൾക്കാരായിട്ടൊക്കെ ചിലർ കൺസിഡർ ചെയ്യാറുണ്ട്. ആക്ടിനോമൈസെറ്റ്സ് കുറച്ച് ഫിലമെന്റസ് ആയിട്ടാണ് കാണിക്കുക കേട്ടോ. അപ്പൊ ഈ പറയുന്ന എന്താണ്, ആക്ടിനോമൈസെറ്റ്സ് ഫിലമെന്റസ് ആണ്, ജനറലി റോഡ് ഷേപ്ഡ് ആണ്. പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചില സമയത്ത് ഈ പറഞ്ഞ സ്പെസിഫിക് സിംഗിൾ റോഡായിട്ട് കാണുന്നതിന് പകരം ചില സമയത്ത് V ആയിട്ടോ L ആയിട്ടോ ഒക്കെ നമുക്ക് കാണാം. V ഫോംസ് അല്ലെങ്കിൽ L ഫോംസ് എന്ന് കാണാം. അപ്പം ബാക്ടീരിയയുടെ V ഫോംസ് എന്താ, L ഫോംസ് എന്നൊക്കെ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് റഫ്ലി പറയുകയാണെങ്കിൽ ഈ റോഡ് ഷേപ്ഡ് ബാക്ടീരിയസ് ഉണ്ടല്ലോ, ഈ റോഡ് ഷേപ്ഡ് ബാക്ടീരിയാസ് ഇവര് ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ വഴി സ്പ്ലിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ഓഫ് ചെയ്ത് പോവാതെ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. സോ ലുക്കിംഗ് ലൈക്ക് V അല്ലെ? V പോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കാറുണ്ട് ചില സ്ഥലം. സോ അങ്ങനെ തരാം ക്ലാവിബാക്ടർ. പണ്ടത്തെ പേര് കൊറിനി ബാക്ടീരിയം. രണ്ടു പേരും സെയിം ആണ് കേട്ടോ. കൊറിനി ബാക്ടീരിയ എന്നും ക്ലാവിബാക്ടർ എന്ന് കേട്ടാലും സെയിം ആളാണെന്ന് മനസ്സിലാക്കിക്കോളാം, പുതിയ പേരാണ്. അപ്പൊ അവരാണ് ഒരു V ഫോമിൽ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാർ. ഇനി L ഫോംസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തായിരിക്കും L ഫോം? ഒരു സിംഗിൾ റോഡ് ഇങ്ങനെ നിൽക്കുന്നു, അവർ ബൈനറി ഫിഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ലുക്കിംഗ് ലൈക്ക് L അല്ലെ? L ഫോം. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ പറയുകയാണെങ്കിൽ നിങ്ങൾ അത്ര മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. യെസ്. അപ്പം അതാരൊക്കെയാ? നമ്മുടെ അഗ്രോബാക്ടീരിയം, എർവീനിയ. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾവേസ് റോഡ് ഷേപ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. എക്സെപ്ഷനിൽ V ഫോമും L ഫോമും നോക്കിയിരിക്കാം. അതിന്റെ എക്സാമ്പിൾസ് നോക്കിയിരിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ബാക്ടീരിയോളജിയിൽ ഇച്ചിരി കൂടി ഇൻ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത്. V ഫോംസിന്റെയും L ഫോംസിന്റെയും എക്സാമ്പിളുകൾ നോക്കിയിരിക്കുക കേട്ടോ. യെസ്. ഇനി അടുത്തത്, മോസ്റ്റ് പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ എയറോബിക്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എയറോബിക് ആണ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? എയറോബിക് എന്ന് പറഞ്ഞാൽ അവർക്ക് വർക്ക് ചെയ്യാൻ എന്താണ്, ഓക്സിജൻ വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോ എല്ലാവരും എയറോബിക് ആണ്, പക്ഷെ അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. ആരാണ്? കുറച്ച് പേര് ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താ, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് എന്ന് പറഞ്ഞാൽ എയറോബിക് ആയിട്ട് നിൽക്കാൻ പറ്റും, അനൈറോബിക് ആയിട്ട് നിൽക്കാൻ പറ്റും. ഡിപ്പെൻസ്, സാഹചര്യം അനുസരിച്ച് അവർ അഡാപ്റ്റ് ആയിക്കോളും. അതിൽ വളരെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ് ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് ആയിട്ട് വരുന്നത് എർവീനിയ കേട്ടോ. അപ്പം സ്റ്റേറ്റ്മെന്റിലൊക്കെ ആയിട്ടോ അല്ലാതെ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ വേറെ വല്ലതൊക്കെ കൊടുത്തിട്ട് എർവീനിയ കടന്നാൽ നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ആകെ എന്താണ്, ഫാക്കൽറ്റേറ്റീവ് അനൈറോബ് എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും. യെസ്. അപ്പം അതാണ് എർവീനിയ. അപ്പോ എക്സെപ്ഷനുകളിലെ എക്സാമ്പിളുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. യെസ്. ഇനി മോസ്റ്റ് ഓഫ് ദം ആർ ഗ്രാം നെഗറ്റീവ്. കണ്ടില്ലേ ഇവിടെ PPBs മോസ്റ്റ് ഓഫ് ദം റോഡ് ഷേപ്ഡ് ആണ്, മോസ്റ്റ് ഓഫ് ദം എയറോബിക് ആണ്, മോസ്റ്റ് ഓഫ് ദം ആർ ഗ്രാം നെഗറ്റീവ്. ഇതൊക്കെയാണ് PPBസിന്റെ ജനറലി നമ്മൾ പറയുന്നത്. ഇനി അവിടെ എക്സെപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. A few are gram positive. ആരൊക്കെയാ? സ്ട്രെപ്റ്റോമൈസസ്, കൊറിനി ബാക്ടീരിയം, ക്ലാവിബാക്ടീരിയം. ഇത് പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ എക്സാമ്പിളുകൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഗ്രാം പോസിറ്റീവ് പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരും. അപ്പൊ ഇതിൽ മൂന്നിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കി. ഈ കൊറിനി ബാക്ടീരിയം, ക്ലാവിബാക്ടീരിയം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരാളാണ്.
പിന്നെ ആരാ സ്ട്രെപ്റ്റോമൈസസ് ഇല്ലേ, സ്ട്രെപ്റ്റോമൈസസ് എന്ന് വെച്ചിട്ട് വേറെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളില്ലേ ഉണ്ട്, നമ്മുടെ ബാസിലസ് ഒക്കെ അല്ലേ, ബാസിലസ് ഒക്കെ ഗ്രാം പോസിറ്റീവ് തന്നെയാണ്. ബാസിലസ്, നമ്മുടെ ക്ലോസ്ട്രിഡിയം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ എന്താണ് ഗ്രാം പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അവരൊന്നും പ്ലാന്റ് പാത്തോജനിക് ബാക്ടീരിയാസ് അല്ല. പ്ലാന്റ് പാത്തോജനിക് ബാക്ടീരിയാസ് ആയിട്ട് അതിൽ ഗ്രാം പോസിറ്റീവ് ആയവരാണ് ഇവരൊക്കെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട, എടുത്ത് പഠിക്കേണ്ട എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കിയിരിക്കുക. അടുത്ത ക്യാരക്ടർ എന്താ? മോസ്റ്റ് ഓഫ് ദം ആർ ഫ്ലജല്ലേറ്റഡ്, ദ സ്പോട്ടഡ്. ഫ്ലജല്ല വരുന്നത് തന്നെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കറിയാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കാര്യം എന്താ, നമ്മുടെ പ്ലാന്റ് സെല്ലിനുള്ളിൽ കയറി അല്ലെ ഇങ്ങനെ മൂവ് ചെയ്തൊക്കെ വേണമല്ലോ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. സോ എന്തായാലും മൊട്ടിലിറ്റി വേണം. Then production of large amount of exopolysaccharides. ഇത് PPBസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. എല്ലാ ബാക്ടീരിയക്കും ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും? എക്സോപോളിസാക്രൈഡ്സ് ഒക്കെ ഇവരുടെ പാത്തോജനസിറ്റിന്റെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ, ഇവർക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഉള്ളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ എക്സോപോളിസാക്രൈഡ്സ്. അതുപോലെ ഇവരുടെ വിറുലൻസിനെയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നോൺ ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ സ്പോർ ഫോമേഴ്സ്. ഈ നോൺ സ്പോർ ഫോമേഴ്സ് എന്താണെന്ന് എനിക്കറിയാം. ബേസ്ഡ് ഓൺ എൻഡോസ്പോർ ഫോർമേഷൻ. എൻഡോസ്പോർക്ക് എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ബാക്ടീരിയക്ക് സ്പോർ ഉണ്ടോ? നമ്മൾ എപ്പോഴും സ്പോർ കേൾക്കുന്നത് ഫംഗിക്ക് അല്ലെ, എന്തോരം സ്പോറുകൾ നമ്മൾ ഫംഗിയിൽ പഠിച്ചു. പക്ഷെ ബാക്ടീരിയയുടെ കേസ് വരുമ്പോൾ ചില സമയത്തിൽ വളരെ അഡ്വേഴ്സ് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ഇവര് എൻഡോസ്പോസ് അല്ലെ, ബാക്ടീരിയയുടെ ഉള്ളിൽ ഒരു സ്പോസ് ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും അല്ല, വളരെ കുറച്ച് ആൾക്കാർ. പക്ഷെ നോക്കിക്കോ, ഭാഗ്യത്തിന് നമ്മുടെ PPBs ഒന്നും നോൺ സ്പോർ ഫോമേഴ്സ് ആണ്. അവരൊന്നും സ്പോർ ഉണ്ടാക്കില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, അവരും കൂടി സ്പോർ ഉണ്ടാക്കിയിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ. അവര് സ്പോർ ഉണ്ടാക്കിയിട്ട് എത്ര അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, അതായത് നമ്മൾ ഹീറ്റ് കൊടുത്തു, നമ്മൾ കെമിക്കൽസ് കൊടുത്തു, നമ്മൾ റേഡിയേഷൻ കൊടുത്തൊക്കെ ഇവരെ കില്ല് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഇവരങ്ങ് സ്പോർ ഫോം ചെയ്തിട്ട് അങ്ങ് സർവൈവ് ചെയ്ത് ഇരിക്കാൻ തുടങ്ങിയുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ എന്താണ് കൺട്രോൾ എഫക്റ്റീവ് ആവത്തില്ല അല്ലെ, പ്ലാന്റ്സിന്റെ വിഷയമല്ല. ഭാഗ്യത്തിന് നമ്മുടെ പ്ലാന്റ് പാത്തോജൻ ബാക്ടീരിയസ് ഒക്കെ നോൺ സ്പോർ ഫോമേഴ്സ് ആണ്. അതുപോലെ നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. ക്യാപ്സ്യൂൾസ് ഒക്കെ അറിയാലോ അല്ലെ, ഇങ്ങനെ സറൗണ്ടിങ് ആയിട്ട്, ബാക്ടീരിയയുടെ സറൗണ്ടിങ് ആയിട്ട്, ബാക്ടീരിയൽ സെല്ലിന്റെ സറൗണ്ടിങ് ആയിട്ട് ഇങ്ങനെ ടഫ് ആയിട്ടൊക്കെ ഉള്ള ഒരു കോട്ടിംഗ് പോലെയൊക്കെ ഇരിക്കും അല്ലെ. ക്യാപ്സ്യൂള്, സ്ലൈം ലെയർ എന്നൊക്കെ നമ്മൾ ജസ്റ്റ് മൈക്രോബയോളജി ബേസിക് ഒരു ഐഡിയ ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും. യെസ്. ഇനി അടുത്തത് എന്താ? ടോക്സിൻ പ്രൊഡക്ഷൻ. ഒബ്വിയസ്ലി വേണം അല്ലെ. ഇവര് പ്ലാന്റ് പാത്തോജനിക് ആണ്. ബാക്ടീരിയ അസച്ച് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതിന്റെ കൂടെ അവര് പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? സെൽ വാൾ, പ്ലാന്റിന്റെ സെൽ വാളിനെ ഡീഗ്രേഡ് ചെയ്യണം. കുറച്ച് പാടുള്ള കാര്യമാണ്. സെല്ലുലോസ് ഒക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ എന്തുണ്ട്? നമ്മുടെ മിഡിൽ ലാമെല്ലയിൽ കാൽഷ്യം പെക്റ്റേറ്റ് ഉണ്ട് ഇല്ലേ. ഇതിനൊക്കെ ഡീഗ്രേഡ് ചെയ്യണ്ടേ ബാക്ടീരിയക്ക് കയറണമെങ്കിൽ? വേണം. അപ്പൊ ഇതിനൊക്കെ ഒരു സ്പെസിഫിക്കലി എൻസൈംസും ടോക്സിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ആരാണ്? PPBs അല്ലെ. യെസ്. ഇനി സർവൈവിംഗ് ക്രോപ്പ് ഡെബ്രീസ്. സീഡ് കണ്ടോ, സീഡിനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബാക്ടീരിയ സീഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ, ഫംഗൈ സീഡ് വഴി അത്ര പോലും സാധ്യത കുറവാണ്. അത് എന്താണ്, ഇന്റേണൽ ഒക്കെ ആയിട്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ മാത്രമേ സീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ അല്ലേ ഫംഗി. പക്ഷെ നമ്മുടെ ഒരു റഫ്ലി നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ എന്താ, വൈറസ് ആണ് കൂടുതലും സീഡ് വഴി ട്രാൻസ്മിറ്റ്. അതാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ ബാക്ടീരിയക്കും സീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മാറ്റി ചിന്തിച്ച് വെക്കരുത്. ഇനി വാട്ടർ വഴി, റെയിൻ സ്പ്ലാഷസ് വഴി, ഇംപ്ലിമെന്റ്സ്, ഇൻസെക്ട്സ് വഴി, വെക്ടേഴ്സ്, വൈറസ് മാത്രമല്ല ബാക്ടീരിയയും സർവൈവ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എൻഡേഴ്സ് പ്ലാന്റ്സ് ത്രൂ വൂണ്ട്സ് ഓർ നാച്ചുറൽ ഓപ്പണിങ്സ്. നമുക്കറിയാലോ അല്ലെ, നമ്മുടെ സ്റ്റൊമാറ്റോ വഴി കയറും. സ്റ്റൊമാറ്റോ വഴി കയറുന്നത് പാസീവ് ഇൻവേർഡേഴ്സ് അല്ലെ. ഈ വൂണ്ട് വഴിയും സ്റ്റൊമാറ്റോ വഴിയൊക്കെ കയറുന്നതാണ് പാസീവ് ഇൻവേർഡേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പാസീവ് എന്ന് പറയുന്നത്? ഇപ്പം ഒരു ഫംഗി പോയിട്ട് എന്താ അവർ ചെയ്യുന്നത്? ഫംഗി പോയിട്ട് അവർ സ്പോർ അവിടെ വീണ് അവരവിടെ ഇരുന്ന് എന്താണ് നമ്മുടെ അപ്രസോറിയൊക്കെ ഉണ്ടാക്കി, സ്പെഷ്യൽ എന്താണ് പെനിട്രേറ്റിംഗ് പ്ലഗ് ഒക്കെ ഉണ്ടാക്കി അല്ലെ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉള്ളിൽ കയറാൻ പറ്റും. സോ ആക്റ്റീവായിട്ട് അവർക്ക് ഉള്ളിലോട്ട് ഇൻവേഡ് ചെയ്ത് കയറാൻ പറ്റും. പക്ഷെ ബാക്ടീരിയക്ക് അങ്ങനെയാണോ? ഭാഗ്യത്തിന് ബാക്ടീരിയക്ക് അത്രയ്ക്കും വലിയ അങ്ങോട്ട് കഴിവൊന്നുമില്ല. കാര്യം അത്രയ്ക്കും വലിയ സ്ട്രക്ചേഴ്സ് ഒന്നും ഓർക്കില്ല. ഒരു സിംഗിൾ സെൽ ആൾക്കാരല്ലേ ബാക്ടീരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലി ഉള്ള നമ്മുടെ സ്റ്റൊമാറ്റോ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അത് വഴിയായിരിക്കും ഇവർക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്നുണ്ടാവുക കേട്ടോ. അതാണ് പാസീവ് ഇൻവേർഡേഴ്സ്. ഇനി പ്രിഫർ സ്ലൈറ്റ്ലി ടു അസിഡിക് pH അല്ലെ. അസിഡിക് pH ആണ് കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ട് ഇവർ കാണിക്കുന്നത്. ഇനി ക്യാൻ ബി കൾച്ചേർഡ് ഓൺ ആർട്ടിഫിഷ്യൽ മീഡിയ. ഏതാണ്? ന്യൂട്രിയന്റ് അഗാർ, NA എന്ന് നമ്മൾ റഫ്ലി പറയും അല്ലെ, NA. അപ്പോൾ നമ്മുടെ ഫംഗിക്ക് കൂടുതലും നമ്മൾ ഏത് ആർട്ടിഫിഷ്യൽ മീഡിയ യൂസ് ചെയ്യണം നമുക്ക് അറിയാമായിരിക്കുമല്ലോ. എന്താണ്? PDA മാത്രമൊന്നുമല്ല, നമ്മൾ മോസ്റ്റ് ജനറലി യൂസ് ചെയ്യുന്നത് PDA അല്ലേ. പൊട്ടറ്റോ, ഡെക്സ്ട്രോസ്, അഗാർ.
ഇവിടെ എന്താ ബാക്ടീരിയക്കാണ് ന്യൂട്രിയന്റ് ആക്കുക. ഇതൊക്കെ നമുക്ക് ലാബിലൊക്കെ ചെയ്ത് അറിയാവുന്നതായിരിക്കും അല്ലേ എല്ലാവർക്കും. യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ PPBസിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് പറഞ്ഞത്, പ്ലാന്റ് പത്തോജനിക് ബാക്ടീരിയാസിന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് പറഞ്ഞത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എക്സെപ്ഷൻ കേസസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി പോകാൻ. നമുക്ക് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് പത്തോജനിക് ബാക്ടീരിയ സ്ഫെറിക്കൽ ഷേപ്ഡ് ആണോ? സ്ഫെറിക്കൽ ആണോ? അപ്പൊ തന്നെ തെറ്റി. എന്താണ്? റോഡാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞു, റോഡിൽ തന്നെ ആ റോഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് V ആയിട്ടും L ആയിട്ടൊക്കെ നിൽക്കാൻ ഇച്ചിരി താല്പര്യമുള്ളവരുണ്ട്. എന്താ ഫിലമെന്റസ് ആയിട്ട് എക്സെപ്ഷൻ ആക്ടിനോമൈസിസ് നമ്മൾ പറഞ്ഞു. ഇനി മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് പാത്തോജനിക് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ്. അത് കറക്റ്റ് ആണ് അല്ലെ? അത് കറക്റ്റ് ആണ്. അപ്പോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? S2 ഗ്രാം നെഗറ്റീവ് ആണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? റോഡ് ഷേപ്ഡ് ആണ്. ഇനി കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം സിംപ്ലിഫൈ ചെയ്താണ് വെച്ചിട്ടുള്ളത്. അപ്പോ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ഏകദേശം നമുക്ക് പണ്ടത്തെ മൈക്രോബയോളജി ഒക്കെ പഠിച്ച ഒരു ഐഡിയയിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതില് ജസ്റ്റ് കുറച്ചധികം നോക്കേണ്ടത് മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം സർഫസ് അപ്പൻഡേജസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ ഇങ്ങനെ ഒരു സെല്ലാണെങ്കിൽ, ഒരു യൂണി സെല്ലാണെങ്കിൽ, സിംഗിൾ സെല്ലാണെങ്കിൽ ഇതിന്റെ സർഫസിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലേ? എന്താണ്? ഫ്ലജെല്ല ഉണ്ടാവും. ഫ്ലജെല്ല മോട്ടിലിറ്റി ഉള്ളവരാന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഫിംബ്രിയെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം അല്ലെ? ഫുള്ള് ഇങ്ങനെ എല്ലായിടത്തും കാണും ഫിംബ്രി. ഇനി ഇതാണ് ഫിംബ്രിയെ ത്രൂ ഔട്ട് ദ ബോഡി. ഇനി ഇങ്ങനെ ചിലയിടത്ത് മാത്രമായിട്ട് കുറച്ച് ടഫ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് പിലി, സെക്സ് പിലി എന്നൊക്കെ പറയും അല്ലെ? പൈലസ് ദെൻ പ്ലൂറലിസ് പിലി എന്ന് നമ്മൾ പറയും. അപ്പൊ അതൊക്കെ തന്നെയാണ് മെജോറിറ്റി ആയിട്ട് പറയുന്നത് സർഫസ് അപ്പൻഡിക്സ്. ഇതില് ഫ്ലജെല്ലിനെ പറ്റി നമുക്ക് ഒരു ഇച്ചിരി കാര്യങ്ങൾ നോക്കാണ്ട് പറയാം. ഇനി സെൽ എൻവലപ്പ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു അല്ലെ? ഇതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ മ്യൂറിൻ ആണ് സെൽ വാൾ മെമ്പറൈൻ എന്ന് പറഞ്ഞു. അപ്പൊ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻ, ഒരു സെല്ലിനുള്ള മെമ്പറൈൻ, സെൽ മെമ്പറൈൻ ഉണ്ട്. സെൽ വാളിനെ പറ്റി നമുക്ക് നോക്കാം. ദെൻ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ നമ്മൾ പറഞ്ഞു. PPBs എന്താണ്? നോൺ ക്യാപ്സുലേറ്റഡ് ആണ്. അവർക്ക് അങ്ങനെ ഹാർഡ് ആയിട്ട് ഇരിക്കുന്ന ക്യാപ്സ്യൂൾ ഒന്നും ഇല്ല, സ്ലൈം ലെയർ ആയിട്ടൊന്നും ഇല്ല കാരുമായിട്ട് അല്ലെ? യെസ്. അപ്പം അതാണ് സെൽ എൻവലപ്പിൽ പറയാനുള്ളത്. ദെൻ സൈറ്റോപ്ലാസ്മിക് ഓർഗൻസ് ആണ് നമുക്കറിയാം അല്ലെ? മെമ്പറൈൻ ബൗണ്ട് ആയിട്ടുള്ള, അത് നമ്മൾ പണ്ട് പ്രൊകാരിയോട്ട് വെർസസ് യൂകാരിയോട്ട് എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ പറ്റി തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ജീനോഫോർ എന്താണ്? അവരുടെ മെയിൻ ആയിട്ടുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽ. ദെൻ ഓട്ടോണോമസ് റെപ്ലിക്കേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് പ്ലാസ്മിഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. റൈബോസം നമുക്കറിയാലോ എന്താണ്? 70 years. നമുക്കാണെങ്കിൽ എന്താ? 8 years അല്ലെ? യൂകാരിയോട്സിന് 8 years. അതിന്റെ സബ് യൂണിറ്റ്സുകളൊക്കെ പറ്റി നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള. ദെൻ മീസോസോം എന്താ? നമ്മൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഒരു ബാക്ടീരിയ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഉള്ളില് സെൽ മെംബ്രെയിൻ ഉണ്ടല്ലോ, സെൽ മെംബ്രെയിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് അകത്തോട്ട് കുഴിഞ്ഞിട്ട് പോകും. സെൽ ഇൻവാജിനേഷൻസ് എന്ന് പറയും, സെൽ മെംബ്രെയിൻ ഇൻവാജിനേഷൻസ് എന്ന് പറയും. കണ്ടോ? അകത്തോട്ട് ഇങ്ങനെ സെൽ മെംബ്രെയിൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടൊക്കെ നിൽക്കും. ഈ ഒരു സെറ്റപ്പുകളെയാണ് നമ്മൾ ജനറലി മീസോസോംസ് എന്ന് പറയുന്നത്. പ്ലസ് ടു നമുക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മീസോസോംസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. അവര് സെൽ റെപ്ലിക്കേഷന് സഹായിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ന്യൂക്ലിയർ മെറ്റീരിയൽ റെപ്ലിക്കേഷന് സഹായിക്കുന്നുണ്ട്, റെസ്പിറേഷന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് റോൾ ഉണ്ട്. ഈ പറയുന്ന ആർക്ക്? മീസോസോമുണ്ട്. അതാണ് ജസ്റ്റ് മീസോസോം കേട്ടോ. ഇനി ടൈപ്പ് ഓഫ് എന്താണ്? വെറൈറ്റി ഓഫ് സ്റ്റോറേജ് ഗ്രാനുൾസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ് ഒക്കെ. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതും സ്റ്റോറേജിന് വേണ്ടി തന്നെ പല ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ്, എനർജി മോളിക്യൂൾസിനൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻക്ലൂഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ജനറലി പറയുകയാണെങ്കിൽ സ്ട്രക്ചറിനെ പറ്റി പറയുന്നത്. ഇനി ഇത് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് വൺ ഇസ് ഫ്ലജെല്ല. ഫ്ലജെല്ലയുടെ ബേസിക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? മോട്ടിലിറ്റി ടു ദ ബാക്ടീരിയ, അത് നമുക്കറിയാം. യെസ്. ഇനി ബാക്ടീരിയൽ ഫ്ലജെല്ലയുടെ സ്ട്രക്ചർ ജസ്റ്റ് നമുക്കൊന്ന് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോ. ഒന്നാമത്തെ പോർഷൻ ആണ് ഫിലമെന്റ്, 2 ഹൂക്ക്, 3 ബേസൽ ബോഡി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു ബാക്ടീരിയ ഇങ്ങനെ ഇരിക്കുന്നു. ബാക്ടീരിയയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു ഫ്ലജെല്ല ഇങ്ങനെ പോകുന്നു. സോ ഇതിൽ ഏതായിരിക്കും ഫിലമെന്റ്? ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ നൂലെന്നാണല്ലോ ഫിലമെന്റിന്റെ അർത്ഥം. അപ്പൊ ഈ നീണ്ടു കിടക്കുന്ന സാധനമാണ് എന്ത്? ഫിലമെന്റ് എന്ന് പറയുന്ന സാധനം. യെസ്. ഇനി ഇതിവിടെ വന്ന് അറ്റാച്ച് ചെയ്യണ്ടേ? അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് കണ്ടില്ലേ? അതാണ് ഇത് കേട്ടോ. പറയാം നമുക്ക്. ഒരു ഹൂക്കായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. സെല്ലിന്റെ സർഫസിലോട്ട് കയറുന്ന പോർഷൻ ഒരു വളഞ്ഞ ഒരു ഹൂക്ക് വെച്ചിട്ടല്ലേ നമ്മളെല്ലാം കൊളുത്തിയിടുന്നേ. അപ്പൊ ഈ ഫിലമെന്റിന് ഇവിടെ കൊളുത്തിയിട്ടിരിക്കുന്ന സ്ട്രക്ചറാണ് ഹൂക്ക് എന്ന് വിചാരിക്കാം. ഇനി ഇത് വന്നങ്ങ് അറ്റാച്ച് ചെയ്താൽ സർഫസിലാണെന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കണ്ടേ? മോട്ടിലിറ്റി ഒക്കെ വേണ്ടതല്ലേ? അപ്പൊ ഒരു ഇച്ചിരി കൂടെ ഉള്ളിലോട്ട് ഇച്ചിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടാവും
എന്താണ് ഈ ഫ്ലജല്ലയുടെ ബാക്കി അതാണ് ബേസ്. എന്താണ് ബേസ് അല്ലെങ്കിൽ ബേസൽ ബോഡി. ബേസൽ ബോഡി ഇത്രയേ ഉള്ളൂ സിംപ്ലി പറയുമ്പോൾ. എന്നാൽ ഇനി ഇച്ചിരി കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാം. സോ ഫസ്റ്റ് ഫിലമെന്റ്. പ്രധാനമായിട്ട് ഒരു ഫ്ലജല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പുറമെ കാണുന്ന ഭാഗമാണ് ഫിലമെന്റ്. നൂല് പോലെ നീണ്ടു കിടക്കുന്ന സാധനം. ഇതിന്റെ പ്രോട്ടീൻ നിങ്ങൾ നോക്കിക്കോണം, വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് ഫ്ലജല്ലിൻ പ്രോട്ടീൻ. ഫ്ലജല്ലിൻ എളുപ്പമാണല്ലേ, ഫ്ലജല്ലയുടെ പ്രോട്ടീൻ ഏതാ? ഫ്ലജല്ലിൻ പ്രോട്ടീൻ. ഇനി ഈ ഫ്ലജല്ലയുടെ പ്രോട്ടീൻ തന്നെ പല പല ഫിലമെന്റുകള് പ്രോട്ടീൻ ഫൈബ്രിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 11 ഫൈബ്രിൽസിനെ ഒരു സെൻട്രൽ കോറിന്റെ ഇതിൽ ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയും ഇൻ ഡെപ്തിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല. അതിൽ ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു 9+2 എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചറിൽ ഈ 11 പ്രോട്ടീൻസിനെ 11 പ്രോട്ടീൻ ഫൈബ്രിൽസിനെ ഫ്ലജല്ലയ്ക്കുള്ളിൽ അറേഞ്ച് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഈ ഫ്ലജല്ലില്ലേ, ഈ ഫ്ലജല്ല നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് കിട്ടുന്നത്. സെന്ററിൽ ഇങ്ങനെ 2 രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം 9 ഇങ്ങനെ റൗണ്ട് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ ഇനി അടുത്തത് ഹൂക്ക്. ഹൂക്ക് ഞാൻ പറഞ്ഞു ഈ ഫിലമെന്റിനെ പിടിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യണ്ടേ? യെസ്, ആ ഫിലമെന്റിനെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഫിലമെന്റ് ബേസൽ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് ഹൂക്ക്. ഈ ഹൂക്ക് തന്നെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിൽ ഒരു ഇച്ചിരി നീളം കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ഇച്ചിരി നീളം കൂടുതലായിരിക്കും. അപ്പൊ നോക്കിക്കേതേ ഇവിടെ എന്താണ്? ഇതാണ് ഫിലമെന്റ് അല്ലെ? ഫിലമെന്റിന്റെ ഇച്ചിരി ഭാഗമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഫിലമെന്റിന്റെ ഫ്ലജല്ലിൻ പ്രോട്ടീൻ. ഈ ഫിലമെന്റ് തീർന്നിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നതിനിടയ്ക്കുള്ള ഈ ഭാഗമാണ് ഹൂക്ക്. ഇനി എന്താ? ഇനിയാണ് നമ്മുടെ റോഡ് ഓർ ഷാഫ്റ്റ്. ആ ജസ്റ്റ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഹൂക്ക് വന്നിട്ടേ ബേസൽ ബോഡിയിലോട്ട് കയറുന്ന ഈ സെന്ററിൽ ഒരു യെല്ലോ പോർഷൻ കണ്ടില്ലേ, ഒരു ഷാഫ്റ്റ്, റോഡ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ലേ, ആ ഒരു ഇതാണ് കേട്ടോ. ഹൂക്ക് ബേസൽ ബോഡി ആയിട്ട് ഒന്ന് ഫോം ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഇനി ബേസൽ ബോഡി, ഇത്രയത്തിനെ നമ്മൾ ബേസൽ ബോഡി എന്ന് പറയാം. ഇത്രയത്തിനെ ബേസൽ ബോഡി എന്ന് പറയാം. അപ്പൊ അതിൽ തന്നെ പല പല സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അതിനെ പല പല റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇച്ചിരി നമ്മുടെ UG ലെവലിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. എന്നാലും നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കാൻ വേണ്ടി ഞാൻ പറയണേ. ഏറ്റവും പുറമെ ആരുണ്ട്? എൽ റിങ്. അത് കഴിയുമ്പോൾ പി റിങ്. ഇത് അകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഈ സ്ട്രക്ചർ അകത്തോട്ട്, സെല്ലിന്റെ അകത്തോട്ടായിട്ടാണ് പോകുന്നത്. അപ്പോ L കഴിഞ്ഞു, P കഴിഞ്ഞു, പിന്നെ വരുന്നത് എസും എം ഇച്ചിരി ചേർന്നിട്ടായിരിക്കുന്നത്. കണ്ടേത് രണ്ടും കുറച്ച് ചേർന്നിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്ര നിങ്ങൾ പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിരുന്നാൽ മതി. എന്താണ് ഫ്ലജല്ലയുടെ, ബാക്ടീരിയൽ ഫ്ലജല്ലയുടെ റിങ്സിനെയൊക്കെ പറ്റി ചോദിച്ചോ, അയ്യോ അതെന്ത് സാധനമാണെന്ന് വെച്ചിട്ട് പേടിക്കരുത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നെ. ബേസൽ ബോഡിയിൽ 4 റിങ് പ്രധാനമായിട്ടുണ്ട്. എൽ റിങ്, എം റിങ്, പി റിങ് ആൻഡ് എസ് റിങ് കേട്ടോ. ഇതിൽ ഏറ്റവും പുറത്തുമേ വരുന്നത് LPSM. LPSM അങ്ങനെയാണ് വരുന്നത്. ഇതിൽ തന്നെ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവിനും ഈ റിങ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ റിങ്സിലെ ഡിഫറൻസ് വെച്ചിട്ട് ഗ്രാം പോസിറ്റീവിനെ ഗ്രാം നെഗറ്റീവ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. അത്രയും ഇൻ ഡെപ്തിലൊക്കെ നമുക്ക് പിന്നീട് സമയം കിട്ടുവാണെങ്കിൽ നോക്കാം. അപ്പൊ ഇത്രയെങ്കിലും ഫ്ലജല്ലയെ പറ്റി അറിഞ്ഞിരിക്കണം. ഫ്ലജല്ലയുടെ 3 പോർഷൻസിനെ പറ്റി അറിയാം. ഫ്ലജല്ലിൻ പ്രോട്ടീൻ ആണ്. ഒരു 11 പ്രോട്ടീനെ 9+2 രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൂക്ക് സിമ്പിൾ ആണ് അല്ലെ, അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ബേസൽ ബോഡിയിലെ റിങ്ങുകളെ ഒന്ന് ഓർത്തിരിക്കുക. യെസ്. ഇനി ഫ്ലജല്ലേഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമ്പിളുകളാണ്. മോണോട്രിക്കസ്, ആംഫിട്രിക്കസ്, ലോഫോട്രിക്കസ്, സെഫാലോട്രിക്കസ്, പെരിട്രിക്കസ്, നൈട്രിക്കസ്. എന്താണ്? ബാക്ടീരിയയിലെ ഫ്ലജല്ലേഷന്റെ ബേസ് ചെയ്തിട്ട് ട്രിക്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രിക്കസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലജല്ലേനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മോണോ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഒന്ന് അല്ലെ. അപ്പൊ ഒറ്റ ഫ്ലജല്ലേ ഉള്ളൂ. ഹോൾ ബാക്ടീരിയയിൽ ആകെ ഒരൊറ്റ ഫ്ലജല. ഏതെങ്കിലും ഒരറ്റത്ത്, ഒന്നീ അറ്റത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡില് ഒരെങ്കില് ഒരൊറ്റ ഫ്ലജലം കാണും. ആരാണ്? എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ്, മോണോട്രിക്കസ്, സാന്തോമോണസ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. PSC-കളിലും നമ്മുടെ പല പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും ബാക്ടീരിയയുടെ ഫ്ലജലേഷൻ ബേസ് ചെയ്ത് എക്സാമ്പിളുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട്. ഓരോന്നായിട്ടായിട്ട് പിക്ക് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. യെസ്. ഇനി മോണോട്രിക്കസ് ആയി. അടുത്തത് ആംഫിട്രിക്കസ്. ഒന്നായി. അടുത്തത് 2 ആണെന്ന് ഓർമ്മിക്കുക. ആംഫി എന്ന വാക്കിന്റെ അർത്ഥം എന്താടാ? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന അല്ലേ? ആംഫിബിയൻസ് നമ്മൾ പറയുന്നത് എന്താ? കരയിലും ജീവിക്കും, വെള്ളത്തിൽ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പൊ കരയിലുണ്ട്, വെള്ളത്തിലുണ്ട്, രണ്ടിടത്തും ഉണ്ട്. അപ്പം ഓരോ ഫ്ലജലം വെച്ച് രണ്ടിടത്തും ഉണ്ട്. അറ്റ് ബോത്ത് എൻഡ്സ്. ആംഫി കണ്ടില്ലേ? ആംഫി രണ്ടിടത്തും ഉണ്ട്. യെസ്. അതിന്റെ എക്സാമ്പിളുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. സ്യൂഡോമോണാസ്, പിന്നെ അക്വാസ്പൈറലും സെർപ്പൻസ് എന്നൊക്കെ പറയുന്ന ഒരു ബാക്ടീരിയൊക്കെ ഉണ്ട്. അടുത്ത അപ്പൊ എന്താ? ഒന്നായി. പിന്നെ അപ്പുറം 2 വെച്ച് അതായി. ഇനി
ലോഫോട്രിക്കസ് ലോഫോ എന്ന് പറഞ്ഞാൽ കുറച്ചധികം എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പം ഒരറ്റത്ത് ഒരുപാട് ഫ്ലജലകളെ ഒരറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നു. എ ടഫ്റ്റ് ഓഫ് ഫ്ലജലം അറ്റ് വൺ ഓർ ബോത്ത് ലൈൻസ്. രണ്ടറ്റത്തും വരാം, ഒരറ്റത്ത് മാത്രമായിട്ടും വരാം. ലോഫോട്രിക്കസ് എന്ന് പറയുമ്പോൾ രണ്ടറ്റത്തും വരാം, ഒരറ്റത്തും മാത്രമായിട്ടും വരാം. ഓക്കെ, അതിന് എക്സാമ്പിള് സ്പൈറില്ലം. യെസ്. ഇനി സെഫാലോട്രിക്കസ്. സെഫാലോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹെഡ് എന്നാണ് ജനറലി നമ്മൾ ബയോളജിയിൽ സെഫാലോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ, ഒരു ബാക്ടീരിയയുടെ തല ഇതാണ്, അങ്ങനെയൊന്നുമില്ല എന്നാൽ നമുക്കറിയാം. എന്നാലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തലയിൽ കുറെ മുടിയുണ്ട്, തലയിൽ ഒരുപാട് മുടിയുണ്ട്, വേറെ എവിടെയില്ല. തലയിൽ കുറെ ടഫ്റ്റ് ഓഫ് ഫ്ലജലം ഉണ്ടെന്ന് ആലോചിക്കുക. സെഫാലോ ടഫ്റ്റ് ഓഫ് ഫ്ലജലം മറ്റു വൺ നെറ്റ്. ലോഫോയിലാണെങ്കിൽ രണ്ടറ്റത്തും വരാം, ഒരറ്റത്ത് മാത്രം വരുന്നതിന് നമ്മൾ സെഫാലോ എന്നാ പറയാ. തലയിൽ മാത്രം മുടി, ഓർമ്മിക്കുക കേട്ടോ. അപ്പൊ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്. ഈ ആംഫിട്രിക്കസിൽ സ്യൂഡോമോണാസിന്റെ വേറെ സ്പീഷീസുകൾ വരുമെങ്കിലും ഫ്ലൂറസെൻസ് സ്പെസിഫിക്കലി സെഫാലോട്രിക്കസ് ആണ്. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് സ്പെസിഫിക്കലി സെഫാലോട്രിക്കസ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് പെരിട്രിക്കസ്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇല്ലേ? പെരിട്രിക്കസ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ബോഡിയിൽ ഒരുപാട് ഫ്ലജല ഉണ്ട്. എല്ലായിടത്തും ഫ്ലജല, ത്രൂ ഔട്ട് ദ ബോഡിയിൽ ഒരുപാട് ഫ്ലജല പലയിടത്തായിട്ട് വരും. ഫ്ലജല ഓൾ ഓവർ ദ ബോഡി. അതിന്റെ എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ് എർവീനിയ. ഇനി അട്രിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം നോ എന്നാണ് ബയോളജിയിൽ. അപ്പം ഫ്ലജല ഇല്ല, മോട്ടിലിറ്റി ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. സൈലല്ല ഫാസ്റ്റിഡിയോസ എന്നൊക്കെ പറയും. അതൊക്കെ ആരാന്ന് നമുക്ക് പോകെ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ടേമുകളും എക്സാമ്പിളുകളും ആണ്.